അടിമാലിയിൽ എൻഡിഎയുടെ നേതൃത്വത്തിൽ ദേവികുളം എംഎൽഎ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബിജെപി സംസ്ഥാന സമിതി അംഗം എസ് രാജേന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വികസന മുരടിപ്പിന്റെ 5 വർഷങ്ങളാണ് ദേവികുളം മണ്ഡലത്തിൽ കഴിഞ്ഞു പോകുന്നതെന്ന് എൻഡിഎ നേതൃത്വം ആരോപിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ ദേവികുളം മണ്ഡലത്തിൽ മുന്നണിയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് എൻഡിഎയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ദേവികുളം എംഎൽഎ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അടിമാലി അമ്പലപ്പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വികസന മുരടിപ്പിന്റെ 5 വർഷങ്ങളാണ് ദേവികുളം മണ്ഡലത്തിൽ കഴിഞ്ഞു പോകുന്നതെന്ന് എൻഡിഎ നേതൃത്വം ആരോപിക്കുന്നു. ബിജെപി സംസ്ഥാന സമിതി അംഗം എസ് രാജേന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അവിടെയും തോട്ടം തൊഴിലാളികൾക്കും മറയൂർ, കാന്തല്ലൂർ, വട്ടവട, അതുപോലെയുള്ള ബൈസൺ വാലി പ്രദേശത്തുള്ളവർക്കും എടമലക്കുടിയിലുള്ളവർക്കും മാങ്കുളത്ത് ഉള്ളവർക്കും എത്തിച്ചേരുവാൻ പറ്റുന്ന കാലാവസ്ഥയിൽ അല്പ വ്യത്യാസമുള്ള ഒരു സ്ഥലത്തെ ആ താലൂക്ക് ആശുപത്രി ഉയർത്തിപ്പിടിക്കുവാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് അതും കണക്കാക്കേണ്ടതല്ലേ, കാണേണ്ടതല്ലേ? എന്തായിരുന്നു അപ്പോൾ ആശുപത്രി മേഖലകളിൽ ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ ഒട്ടും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, ചികിത്സാ ധനസഹായം മുഖ്യമന്ത്രിയിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും എന്തുമാത്രം തുകയാണ് ബഹുജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, എത്ര തുകയാണ് അനുവദിച്ചിട്ടുള്ളത്, പൊതുജനങ്ങൾ എന്താണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഒരു തുക പറയുവാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ട രാജയ്ക്ക് പറയാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ബിജെപി സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. എൻഡിഎ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി.